ആത്മീയ ശുശ്രൂഷകളിൽ ഗാനത്തിനുള്ളതായിരിക്കുന്ന പ്രാധാന്യത നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് നൽകുന്നതായിരിക്കുന്ന ആ സന്തോഷം. ബില്ലി ഗ്രഹാമിന്റെ ക്രൂസൈഡുകൾക്ക് ജോർജ് ബെവർലി ഷീ എന്നൊരു ദേവദാസൻ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ നിങ്ങൾ കേട്ട് കാണുക. എന്തൊരു സൗണ്ട് ഡെപ്ത് ആണെന്ന് അറിയാമോ? ഭയങ്കര സൗണ്ടാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. അത് വാസ്തവത്തിൽ അത് അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരാനിടയായി. ഇവിടെയുള്ള ദൈവദാസന്മാരെ ഓർത്ത്, സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വരുന്ന ഈ മീറ്റിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഗാന ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മൾ അനേകം മണിക്കൂറുകൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗാനങ്ങളിലൂടെ കേൾക്കാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് അത് വളരെ നല്ലതാണ്, വളരെ എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. സഹോദരന്മാരെ, ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നവരെയും അതുപോലെ ഗാനം ആലപിക്കുന്ന സഹോദരന്മാരെ എല്ലാം കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് അവസാനിപ്പിച്ച 10-ാമത്തെ അധ്യായമാണ്. ദീർഘമായിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 11-ാം അധ്യായത്തിൻ്റെയും 12-ാം അധ്യായത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് നമുക്ക് 11-ാമത്തെ അധ്യായം കാണുവാനായിട്ട് സാധിക്കുന്നത്. കുഴപ്പമില്ലല്ലേ? ഇന്ന് നമ്മൾ 11-ാമത്തെ അധ്യായം ആരംഭിക്കാനായിട്ട് പോകുകയാണ്. 10-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെയാ വായിച്ച് അവസാനിപ്പിച്ചത്. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് ഈ സത്യഗ്രന്ഥം എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലാകാലങ്ങളിലായിട്ട് ദൈവം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, അതിന്റെ ഒരു ഭാഗം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നൽകിയതാണ് നമ്മുടെ തിരുവചനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന ഒരു രേഖ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ശരിയാണ് എന്ന് തോന്നുന്നു. അവിടെ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അത് നമുക്ക് ലഭിച്ചതിനേക്കാൾ വളരെ മടങ്ങായിട്ട് ലോകത്തിലുള്ള സകല കാര്യങ്ങളും പൂർണ്ണമായി അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇച്ചിരി സൗണ്ട് കുറയ്ക്കാനൊക്കെ ഇതിന്റെ ഒത്തിരി. ഈ അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യതയാണ്, ആക്യുറസി. നമ്മൾ ഇത് വായിച്ചാൽ, 11-ാം അധ്യായം വായിച്ചാൽ, അത് വാസ്തവത്തിൽ ഇത് ഒരാൾ കണ്ടിട്ട് എഴുതിയതുപോലെയാ കാണുന്നത്. ഇപ്പം ഒരാൾ വന്നിട്ട് നമ്മൾ വായിക്കുകയാണ്, ഇവിടെ നമ്മൾ ഇരിക്കുന്ന സീറ്റിങ്ങും നമ്മൾ എത്ര പേര് വരും അല്ലെ എത്ര പേര് കാണും എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കണ്ടാൽ നമ്മൾ പറയും ഇയാൾ കണ്ടിട്ടാണ് ഇത് എഴുതിയത്, അല്ലേ? അല്ലാതെ നമുക്ക് ഒരാൾ പ്രോഫസി ആയിട്ട് പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ടാണ് അനേക വിമർശകന്മാർ ദാനിയേൽ പ്രവചനം 2-ാം നൂറ്റാണ്ടിൽ, കർത്താവിന് മുമ്പ് BC 2-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയതാണ് എന്ന് ആണ് അനേക വിമർശകർ അഥവാ നിരൂപകന്മാർ വിശ്വസിക്കുന്നത്. അത് ഒരു പ്രവചനമല്ല, അതിനുശേഷം ചെയ്തതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 11-ാം അധ്യായത്തിൽ അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര ആക്യുറേറ്റ് ആയിട്ട്, ഇത്ര പ്രിസൈസ് ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രവചനം വരുവാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവവചനത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആക്യുറേറ്റ് പ്രഡിക്ഷൻസ് അല്ല, പ്രഡിക്ഷൻ എന്ന് പറയുന്നത് തെറ്റാ. പ്രോഫസി നമുക്ക് ധാരാളം ദൈവവചനത്തിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് കോരേശ് രാജാവിന് ഏതാണ്ട് 100-150 വർഷം മുമ്പാണ് യെശയ്യാവ് ജീവിച്ചിരുന്നത്.
എന്നാൽ യെശയ്യാവ് കോരശ് എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ, ബാബേൽ രാജാവായ കോരശിനെ കുറിച്ച് പേര് പറഞ്ഞുകൊണ്ട് തന്നെ യെശയ്യാവ് തന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് എത്രയോ വർഷം മുമ്പ് യെശയ്യാവ് ജീവിച്ചിരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയൊക്കെ എത്ര ഗ്രാഫിക്കലിയാണ് 53-ാം അധ്യായത്തിലൊക്കെ യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അതും അവിടെ മാത്രമല്ല കേട്ടോ, കർത്താവായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്നും അനേക പ്രോഫസീസ് നമുക്കറിയാം ദൈവവചനത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാവുന്ന രീതിയിൽ ഉള്ളതായിരിക്കുന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിലെ പ്രോഫസി എല്ലാം അത് വേഗാണ്, ആൾക്കാർക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചാൽ ശരിയല്ല. ദൈവവചനത്തിൽ അങ്ങനെ ധാരാളം പ്രോഫസി ഉണ്ട്. എന്നാൽ ഈ 11-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കും ആക്യുറേറ്റ് ആണ്. ആക്യുറേറ്റ് എന്ന് വെച്ചാൽ എല്ലാം ദൈവവചനം മുഴുവൻ ആക്യുറേറ്റ് ആണെങ്കിലും ഓരോ വാക്കും നമുക്കിന്ന് ഹിസ്റ്ററി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ ഉള്ള ഓരോ വാക്കും ഫുൾഫിൽ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിനി അടുത്ത ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 11-ാം അധ്യായത്തിന് നാം രണ്ടായിട്ട് തരംതിരിച്ചാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 35 വാക്യങ്ങൾ അത് വാസ്തവത്തിൽ കഴിഞ്ഞ കാലത്ത് എന്ന് വെച്ചാൽ ദാനിയേലിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ട് വരെ നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ, ഏതാണ്ട് 375-400 വർഷക്കാലം സംഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ആണ് നമുക്ക് ആദ്യത്തെ 35 വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്. നമ്മൾ ദൈവം അനുവദിച്ചാൽ ഇന്ന് ഈ 35 വാക്യങ്ങൾ എല്ലാം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന അതിൽ നിന്ന് കഴിയുന്നിടത്തോളം വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 36-ാം വാക്യം മുതൽ അന്തിക്രിസ്തു അഥവാ ഇനി വരുവാൻ പോകുന്നതായിരിക്കുന്ന ഭരണാധികാരി അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്ക് 36-ാം വാക്യം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ ഇവിടെ നോക്കിയാൽ ഈ അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്ത് 35-ാം അധ്യായം 21-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വാസ്തവത്തിൽ 8-ാം അധ്യായത്തിലൊക്കെ ചെറിയ കൊമ്പ് എന്ന നിലയിൽ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് പഠിച്ചതാ. പക്ഷെ അവിടെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക്, അഥവാ അവിടെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. അതുപോലെ 35-ാം വാക്യം മുതൽ നമ്മൾ അന്തിക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ട്. അന്തിക്രിസ്തുവിനെ കുറിച്ച് കാണുമ്പോഴും നമ്മൾ വാസ്തവത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് മറ്റു ഭാഗങ്ങൾ കാണാത്തതായിരിക്കും അനേക പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊരു ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചോ അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിനെ കുറിച്ചോ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ ആണ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ, പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എന്താ അറിയാമോ? ഈ അധ്യായത്തിലും സഭാ കാലയളവ് വിട്ടുകളഞ്ഞു എന്നുള്ളതാ. നമ്മൾ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫ്, ആ പടം നിങ്ങളുടെ ഉണ്ടല്ലോ അല്ലേ? ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം 70-ാമത്തെ ആഴ്ചവട്ടം. അപ്പൊ 69-നും 70 ആഴ്ചവട്ടത്തിന് ഇടയ്ക്കുള്ളതായിരിക്കുന്ന കാലഘട്ടം, അത് സഭാ കാലയളവ് അഥവാ ഗ്രേസ് പീരീഡ്, അത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് 9-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയത്തില്ല. ഈ അധ്യായത്തിലും വാസ്തവം നമ്മൾ നോക്കിയാൽ സഭാ കാലയളവ് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് വരെ 35-ാം വാക്യം കഴിഞ്ഞിട്ട് 36-ാം വാക്യം തുടങ്ങി അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് കാണുന്നത്. അതിന്റെ മധ്യമുള്ളതായിരിക്കും കാലയളവ് ഈ ഭാഗത്തും വിട്ടുകളഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റില് സഭ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ സഭ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓർത്തതുപോലെ 35 വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വര വന്നിട്ടുണ്ട് ഇടയ്ക്ക്, ചുമന്ന വര. 35-ാം വാക്യം വരെ വന്നിട്ടുള്ളതായിരിക്കുന്ന അതിന്റെ 2 പ്രധാനപ്പെട്ടതായിരിക്കുന്ന പോയിന്റ്സ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, ദി ആക്യുറസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ എന്തിനാ ഈ അധ്യായം പഠിക്കുന്നത്? വാസ്തവത്തിൽ ഇത് എഴുതിയപ്പോ പഴയ നിയമ വിശുദ്ധന്മാർക്ക്, ദാനിയേൽ ഈ പ്രവചനം കൊടുത്തപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനപരമായിട്ട് അവരോട് പറഞ്ഞതാ. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രാവചനിക മൂല്യം ഉണ്ടല്ലേ? അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആണല്ലോ അവർക്ക് രേഖപ്പെടുത്തി കിട്ടിയത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ സംഭവം, അത് ചരിത്രമായി. അപ്പൊ നമ്മളിനി എന്തിനാ ഇത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കത് അതിനെക്കാട്ടി പ്രാധാന്യമാകും. എന്താ നമുക്കുള്ള പ്രാധാന്യത? ദി ആക്യുറസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
അപ്പം ഞാൻ നിങ്ങളൊരു ഉദാഹരണത്തിൽ ഇങ്ങനെ പറയാം. നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു 10 കാര്യം പറയുന്നു എന്ന് വെക്കുക. അതിൽ 5 കാര്യം നാളെ സംഭവിക്കാനുള്ളത്, ആ 5 കാര്യം നാളെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ പെട്ടെന്ന് ഓർക്കും എന്താ അടുത്ത 5 കാര്യവും സാധിക്കും. സംശയമുണ്ടോ കാര്യത്തിൽ? 5 കാര്യവും സാധിക്കും, സംശയമില്ല. അപ്പൊ ദൈവവചനത്തിൽ നമുക്ക് എന്തിനാണ് ഈ പ്രവചനങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രവചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഉദാഹരണത്തിന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അനേക പ്രവചനങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാമോ? പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ നിർവഹിക്കപ്പെട്ടത് എല്ലാം, അഥവാ ഇതുവരെയുള്ള പ്രവചനങ്ങൾ അതെല്ലാം ഒന്നൊന്നായിട്ട് നിർവഹിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്കറിയാം, എന്തറിയാം? ഇനിയുള്ളതും നിർവഹിക്കും എന്നുള്ളത്. അത് വളരെ പ്രധാനം കേട്ടോ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? കാരണം നമ്മൾ കേവലം അങ്ങ് വിശ്വസിക്കുകയല്ല, നമുക്കൊരു അടിസ്ഥാനമുണ്ട്. എന്താ അടിസ്ഥാനം? ദൈവവചനത്തിന്റെ ആക്യുറസി. അതെങ്ങനെയാ ആക്യുറസി പ്രൂവ് ചെയ്യുന്നത്? എങ്ങനെയാ ആക്യുറസി പ്രൂവ് ചെയ്യുന്നത്? ദൈവവചനത്തിൽ ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യം സത്യമാണോ നമ്മളെങ്ങനെ അറിയുന്നത്? അറിയാൻ മാർഗമുണ്ടോ? അറിയാൻ മാർഗമുണ്ട്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ ഉള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാ. അതിൽ ഒന്നുപോലും തെറ്റില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളും സത്യമാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയമില്ല. അപ്പം ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ അധ്യായം പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദി ആക്യുറസി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതും നമ്മെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്തറിയാമോ? God interferes even in small aspects of authority. വളരെ ചെറിയ കാര്യങ്ങൾ പോലും, വളരെ ചെറിയ, ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിലെ ഭരണം ആര് സ്വീകരിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമാവും. അതേസമയം എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യം ആര് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ തീരുമാനിക്കുന്നത്? അതും ദൈവമാ. ആകട്ടെ, എൻ്റെ പഞ്ചായത്ത്, ഇവിടുത്തെയുള്ള പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. ഉഗണ്ടായിലും കെനിയയിലും സൗത്ത് ആഫ്രിക്കയിലും ആരാ തീരുമാനിക്കുന്നത്? അതും ദൈവമാ. അപ്പോ നമ്മുടെ ദൈവം, ഹീസ് ഇന്റർഫിയറിംഗ് ഇൻ ഓൾ ഈവൻ മൈന്യൂട്ട് ആസ്പെക്ട്സ് ഓഫ് അതോറിറ്റി. നമ്മൾ ഈ അധ്യായം പഠിച്ചു വരുമ്പോ വാസ്തവത്തിൽ ദൈവം അവരോട് പറയുന്നുണ്ട്, ഇന്നാളുടെ മകളെ ഇന്നാൾ വിവാഹം കഴിക്കും, പക്ഷെ അങ്ങനെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇന്നതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ അതിന് ഇന്നതാണ് കോൺസിക്വൻസസ്. ഇതെല്ലാം ദൈവം എഴുതി വെച്ചിരിക്കുക. ദൈവം ഇതെല്ലാം ആക്യുറേറ്റ് ആയിട്ട് പറയുക. അപ്പോ നമുക്കതൊരു ധൈര്യം അല്ലേ? ഇറ്റ് സ്ട്രെങ്തൻസ് us. എന്താ സ്ട്രെങ്തൻ ചെയ്യുന്നത്? നമ്മൾ ഈ അടുത്തിടയ്ക്കായിട്ട് തമാശയായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ടോ, തമാശയായിട്ടുള്ള നിരീശ്വരന്മാരാണ് എന്നൊന്നും സംശയമില്ല. എങ്ങാണ്ടിരിക്കുന്ന ദൈവം, ആരും കണ്ടിട്ടില്ല ദൈവം, എൻ്റെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് അവൻ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് പ്രസക്തി എന്നൊക്കെ ഇങ്ങനെ തമാശ രൂപത്തിൽ കളിയാക്കുന്നത് നമുക്ക് ഇന്റർനെറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ നമ്മൾ ദൈവവചനം പഠിച്ചാൽ the minutest thing പോലും God is interfering. God knows. God is deciding on that. അത് വളരെ പ്രധാനം അല്ലേ? അത് പ്രധാനമാണോ? പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ഈ പ്രദേശത്തുണ്ടാകുന്നതായിരിക്കുന്ന ഇന്ത്യയിലല്ല, ഇന്ന് ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങളല്ലേ നമുക്കറിയാം. ഇസ്രായേലിലും അതുപോലെ റഷ്യ യുക്രൈൻ ഇഷ്യൂസ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേക പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം, അത് വലിയ ചെറിയ പ്രശ്നങ്ങളായാലും, നമ്മുടെ നാട്ടിലുള്ളതായിരിക്കും ചെറിയ പ്രശ്നങ്ങളായാലും, അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ 35 വാക്യങ്ങൾ, ആദ്യത്തെ 35 വാക്യങ്ങൾ ഞാൻ ഈ അധ്യായം പഠിച്ചപ്പോൾ ഞാൻ ഒന്ന് ഓർത്തു, ഈ പഴയ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ പഠിക്കേണ്ട ഇതൊക്കെ, ഈ ഹിസ്റ്ററിയൊക്കെ, ഈജിപ്റ്റ് സിറിയയുമായിട്ടുള്ള യുദ്ധം, ഇതൊക്കെ ഞാൻ എന്തിനാ ഇതിലിത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ മനസ്സിലാകുന്നത്? ഇറ്റ് ഓൾ സ്ട്രെങ്തൻസ് us. ഈ അധ്യായം നമുക്ക് ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ നമുക്കൊരു വലിയ നഷ്ടമുണ്ടായേനെ. കാര്യം ചരിത്രത്തിൽ ഇത്ര കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായം നമുക്ക് വേറെ കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതിന്റെ 35 വാക്യം ശരിയാണെങ്കിൽ 36ാമത്തെ വാക്യം തുടങ്ങി ശരിയായിരിക്കും. അന്തിക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി വരും എന്നതിന് യാതൊരു സംശയമില്ല. ഇനി ഞാൻ ഈ അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. കാര്യം ഈ അധ്യായം ഇത്തിരി പ്രയാസമാണ്. ഈ അധ്യായത്തിന്റെ പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, ഈ അധ്യായം പഠിക്കാൻ വലിയ പ്രയാസം. അതിന്റെ പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, ഒരു വാക്യത്തിൽ തന്നെ അവൻ എന്നൊരു 3 പ്രാവശ്യം പറഞ്ഞിരിക്കും. ആദ്യത്തെ അവൻ എന്ന് പറയുന്ന ഈജിപ്തിനെ കുറിച്ചാ, പിന്നത്തെ അവൻ എന്ന് പറയുന്ന സിറിയയെ കുറിച്ചാ,
പിന്നത്തെ അവൻ എന്ന് പറയുന്നത് ഈജിപ്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇത് വായിച്ചു വരുമ്പോൾ അവൻ 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 3 പ്രാവശ്യം ഒരു സെന്റൻസിൽ തന്നെ ഒരു സെന്റൻസ് അല്ല, ഒരു വാക്യത്തിൽ തന്നെ കണ്ടാല് അത് പക്ഷെ വാസ്തവത്തിൽ 3 അല്ലെ 2 3 ആൾക്കാരെ കുറിച്ചായിരിക്കും പറയുന്നത്. ഒരു സെന്റൻസിൽ അവൻ എന്ന് അലക്സാണ്ടറിനെ വിളിച്ചിട്ടുണ്ട്, അതേ സെന്റൻസിൽ അവൻ എന്ന് സിറിയൻ രാജാവിനെ വിളിച്ചിട്ടുണ്ട്. അതേ അപ്പൊ നമുക്ക് റിയലി കോംപ്ലിക്കേറ്റഡ്. അതാണ് ഈ അധ്യായത്തിന്റെ പഠനത്തിനുള്ളതായിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈൻ സമ്മറി, ആദ്യത്തെ 35 വാക്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ സമ്മറി നിങ്ങളോട് പറയാം എന്ന് ഓർത്തു. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ആദ്യത്തെ വേഴ്സ് 2, രണ്ടാമത്തെ അധ്യായത്തില് പാഴ്സി രാജ്യത്തുള്ളതായിരിക്കുന്ന അഥവാ പേർഷ്യൻ രാജ്യത്തുള്ളതായിരിക്കുന്ന 4 രാജാക്കന്മാരെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചെറിയ വിവരണം. 3-4 വാക്യങ്ങളിൽ യവന രാജാവായ അലക്സാണ്ടർ പിന്നീട് തന്റെ രാജ്യം 4ആയി വിഭജിക്കപ്പെടുന്നു. അത് നമ്മൾ വാസ്തവത്തിൽ 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും നമ്മൾ കണ്ടതാണ്. യവന രാജാവ് അലക്സാണ്ടർ പിന്നീട് തന്റെ രാജ്യം 4ആയി വിഭജിക്കപ്പെടുന്നു. അത് 3-4. പിന്നെ 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഇങ്ങനെ വിഭജിക്കപ്പെട്ടതായിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളിലുള്ള 2 സാമ്രാജ്യം, അത് ഒന്ന് ഈജിപ്റ്റ്, ഒന്ന് സിറിയ, ഇത് തമ്മിലുള്ള യുദ്ധമാണ് 5 മുതൽ 20 വരെ ഉള്ളതായിരിക്കുന്ന 15 വാക്യങ്ങളിൽ. ദീർഘമായി അങ്ങോട്ട് യുദ്ധം ചെയ്തു, ഇങ്ങോട്ട് യുദ്ധം ചെയ്തു, അങ്ങോട്ട് യുദ്ധം ചെയ്തു, ഇങ്ങോട്ട് യുദ്ധം ചെയ്തു. ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഞാൻ അടുത്തൊരു സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാസ്തവത്തിൽ ഇതിന്റെ മധ്യയാണ് ഇസ്രയേൽ അഥവാ പലസ്തീൻ ഉള്ളത്. അപ്പം 4ആയിട്ട് വിഭാജിച്ചെങ്കിലും ഈ 2 രാജ്യങ്ങളുടെ പ്രശ്നമാണ് വിഷയം. കാര്യം എന്താ അറിയാമോ? വാസ്തവത്തിൽ ഇവർ ഈജിപ്തിനെ ആക്രമിച്ചാലും, ഈ സിറിയ ഈജിപ്തിനെ ആക്രമിച്ചാലും, ഈജിപ്റ്റ് സിറിയയെ ആക്രമിച്ചാലും ഇതിന്റെ എല്ലാം പ്രശ്നം ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കുന്ന പലസ്തീൻകാർക്കാണ്, യഹൂദനാ. അപ്പൊ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനം സിറിയ ആക്രമിക്കുന്നു പറഞ്ഞാലും ഈജിപ്തിനെ ആക്രമിക്കുന്നു പറഞ്ഞാലും ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാരാ? സിറിയ വരണമെങ്കിൽ, ഈജിപ്തിലേക്ക് വരണമെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് കൂടെ വരണം. അവിടെ പ്രശ്നമായി. ഇവരാണ് ഇതിന്റെ ഇടയ്ക്ക് കിടന്ന്, നമുക്കും അങ്ങനെയല്ലേ, 2 ശക്തികളുടെ ഇടയ്ക്ക് നമ്മൾ നിന്ന് പോയാൽ നമ്മൾ രണ്ടുപേര് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈജിപ്തും സിറിയയും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിന് മധ്യ പലസ്തീൻ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ അവസാനം 21 മുതൽ അന്ത്യോക്യസ് എപ്പിഫാനോസ് എന്ന് പറയുന്നതായിരിക്കുന്ന സിറിയൻ രാജാവ് എന്ന് വെച്ചാൽ യവന രാജാവ് എന്ന് പറയും, സിറിയൻ രാജാവ് എന്ന് പറയും. അദ്ദേഹത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ക്രൂരതകളൊക്കെയാണ് നമുക്ക് 21 മുതലുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇതിനെ 4-5ആയിട്ട് തിരിക്കാൻ സാധിക്കും. ആദ്യം പാഴ്സി രാജ്യത്തുള്ള രാജാക്കന്മാരെ കുറിച്ച്, പിന്നെ യവന രാജാവ് അലക്സാണ്ടറിനെ കുറിച്ച്, തന്റെ രാജ്യം 4ആയിട്ട് വിഭജിക്കുന്നത്, അത് അവർ തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധങ്ങൾ, അവസാനം അന്ത്യോക്യസ് എപ്പിഫാനോസ് എന്ന സിറിയൻ ഓർ ഗ്രീക്ക് രാജാവ്, ഗ്രീക്ക് സംസാരിക്കുന്ന രാജാവ് എന്നേ ഉള്ളൂ. ഹി ഈസ് എ സിറിയൻ കിങ്. താൻ യഹൂദിനോട് കാണിക്കുന്ന ക്രൂരതകൾ, അതാണ് നമുക്ക് ഈ ഭാഗത്ത് ഈ 35 വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഓർത്തതാണ്, 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വാസ്തവത്തിൽ 10-ാം അധ്യായത്തിൽ ചേരേണ്ടതായിരുന്നു. വാക്യം അങ്ങനെ വിഭാഗിച്ചു വന്നപ്പോ 11-ാം അധ്യായത്തിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. 11-ാം അധ്യായത്തിൽ 1-ാം വാക്യം വാസ്തവത്തിൽ അത് ഇൻട്രൊഡക്ടറി പാർട്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വായിക്കുന്ന 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാനോ മേദ്യനായ ദാര്യാവേശിന് 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇവിടെ ഞാനോ എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന ഒരു ഏഞ്ചൽ ഉണ്ട്. ആ ഏഞ്ചൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഗബ്രിയേൽ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ 2 ശ്രേഷ്ഠ ദൂതന്മാരെ കുറിച്ചാണ് നമുക്ക് അറിയാവുന്നത്. ഒന്ന് ഗബ്രിയേലും മറ്റത് മീഖായേലും, ശ്രേഷ്ഠ ദൂതന്മാർ. പക്ഷെ വാസ്തവത്തിൽ 2-ലധികം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം നമ്മൾ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്ന് പറയുമ്പോൾ പ്രധാന പ്രഭുക്കന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരാളാണ് മീഖായേൽ എന്നുള്ളത് നമുക്ക് 10-ാം അധ്യായത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ ആരാണ് ഇത് സംസാരിക്കുന്നത്, ഏത് ഏഞ്ചലാണ് എന്നുള്ളത് കൃത്യം അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഞാനോ എന്ന് പറയുന്നത് അവിടെ ഒരു ഏഞ്ചലിനെ കുറിച്ചാണ് പറയുന്നത്. താൻ
മേദിനായ ദാര്യാവേശിന് 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ്. അവിടെ മേദിനായ ദാര്യാവേശിനെ നമ്മൾ കാണുന്ന ഏത് അധ്യായത്തിലാ? ഓർമ്മയുണ്ടോ? 6-ാം അധ്യായം ശരിയാണ്. 5-ാം അധ്യായത്തിന്റെ അവസാനമാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. 6-ാം അധ്യായത്തിലാണ് നമ്മൾ മേദിനായ ദാര്യാവേശിനെ നമ്മൾ കാണുന്നത്. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ജാതീയ രാജാവിനെ ഉറപ്പിക്കാനും ബലപ്പെടുത്തുവാനുമായിട്ട് ഒരു ദൂതൻ എഴുന്നേറ്റ് നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? വാസ്തവത്തിൽ നമ്മൾ 10-ാം അധ്യായത്തിലും അവിടെ 13-ാം വാക്യത്തിൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു എന്ന് നമ്മൾ വായിച്ചു, അല്ലേ? 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ ഈ ഏഞ്ചൽ അവനെ ഉറപ്പിക്കുവാനായിട്ട് ബലപ്പെടുത്തുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, എല്ലാ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഒരു സാത്താന്റെ ഏഞ്ചൽ ഉണ്ട്. സാത്താന്റെ ഏഞ്ചൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഏഞ്ചലും ഉണ്ട്. ദൈവത്തിന്റെ ഏഞ്ചലും എല്ലാ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന 11-ാം വാക്യത്തിൽ മേദിന ദാര്യാവേശ് 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനുമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ ഏഞ്ചലുമുണ്ട്, സാത്താന്റെ ഏഞ്ചലുമുണ്ട്. ആത്യന്തികമായിട്ട് ആരാ ജയിക്കുന്നേ? ദൈവത്തിന്റെ ഏഞ്ചല് ജയിക്കത്തുള്ളൂ, അല്ലേ? അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 2-ാമത്തെ വാക്യം, ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസ് ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. നാലാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന്റെ രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. അതാണ് 2-ാമത്തെ വാക്യം. അവിടെ പറയുന്നു പാർസി ദേശത്ത് അഥവാ പേർഷ്യയിൽ ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും എന്ന് പറയുക. ആ 3 രാജാക്കന്മാരിൽ 1-ാമത്തെ ആളുടെ പേരാണ് കാംബിസസ്. കാംബിസസ് എന്ന് പറയുന്നത് കോരസ് രാജാവിന്റെ അഥവാ സൈറസ് രാജാവിന്റെ മകനാണ് കാംബിസസ്. അദ്ദേഹം ഏതാണ്ട് 7 വർഷക്കാലം ഭരിച്ചു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് രേഖകളൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. 2-ാമത് അതിന് ശേഷം അവിടെ ഭരിച്ച കേവലം 1 വർഷം മാത്രം ഭരിച്ച, 1 വർഷം അതിലധികമോ അത്രയും പീരീഡ് മാത്രം ഭരിച്ചതായിരിക്കുന്ന ഒരാളാണ് കോരശിന്റെ വേറൊരു മകനാണ്. അദ്ദേഹത്തിന്റെ പേര് സ്മേർഡിസ് അഥവാ ബേർദ്യ എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ആൾക്കാർ വിചാരിക്കുന്നത് അതിന് പകരം ഒരാള് ഒരു ഇമ്പോസ്റ്റർ ആയിട്ട് ആണ്. ശരിക്കും സ്മേർഡിസ് അല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, സ്മേർഡിസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ സ്യൂഡോ സ്മേർഡിസ് മീൻസ് ഹി വാസ് എൻ ഇമ്പോസ്റ്റർ. അതാണ് 2. 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 3-ാമത്തെ ആളാണ് ദാരിയസ് 1 ഹിസ്റ്റാസ്പസ്. ദാര്യാവേശ് രാജാവ്. നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ ഹഗായി, സെക്കരിയ പുസ്തകങ്ങൾ കാണുന്നതായിരിക്കുന്ന ദാര്യാവേശ്. ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന ഒരു ദാര്യാവേശ് ഉണ്ട്. അതാരാ നമ്മൾ ഓർത്ത? മേദിനായ ദാര്യാവേശ്. മേദിനായ ദാര്യാവേശിനെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആകപ്പാടെ രാജ്യഭാരം ചെയ്ത് 2 വർഷം ചെയ്തിട്ടുള്ളൂ. വേറെ എങ്ങും അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്താത്തതിന്റെ ഒരു കാരണം, അദ്ദേഹം വാസ്തവത്തിൽ സൈറസിന് പകരം സൈറസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് താൻ ഭരിച്ചത്. സൈറസ് ആണല്ലോ കോരശ് രാജാവായിരുന്നല്ലോ പേർഷ്യൻ കിങ്. അപ്പോൾ പേർഷ്യൻ കിങ്ങിന്റെ മേദ്യ പേർഷ്യ രാജാക്കന്മാരിൽ പേർഷ്യൻ കിങ്ങിന്റെ അടിയിൽ ഉള്ളതായിരിക്കുന്ന ഒരു രാജാവായിരുന്നു മേദിനായ ദാര്യാവേശ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വേറെ ഒന്നും കാണുവാൻ സാധിക്കാത്തത്. എന്നാൽ ഇവിടെ കാണുന്ന ഈ ദാര്യാവേശ് എന്ന് പറയുന്നത് അദ്ദേഹം വാസ്തവത്തിൽ പേർഷ്യൻ രാജാവ് തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം സൈറസ് രാജാവിന്റെ ശരിക്കുള്ളതായിരിക്കുന്ന റിലേഷൻ അല്ല. സൈറസിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ഒരു മക്കളിൽ പെട്ടതാണ് ഈ ദാര്യാവേശ് എന്ന് പറയുന്ന ഈ രാജാവ് ദാര്യാവേശ്. സൈറസ് കഴിഞ്ഞു, കാംബിസസ് കഴിഞ്ഞു, സ്മേർഡിസ് കഴിഞ്ഞപ്പോൾ സൈറസിന്റെ ആൾക്കാർ അതോടെ തീർന്നു. പിന്നെ സ്മേർഡിസിനെ അഥവാ ഇദ്ദേഹത്തെ കൊന്നിട്ട് ആണ് ദാര്യാവേശ് രാജാവായിട്ട് വന്നത്. അദ്ദേഹത്തിന് ആകെ സൈറസുമായിട്ടുള്ള ബന്ധം, ഹി മാരീഡ് അറ്റോസ, ഡോട്ടർ ഓഫ് സൈറസ് ദ ഗ്രേറ്റ്. അത്രയുള്ള ബന്ധം. അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ ജനിച്ചതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും ദാര്യാവേശ് രാജാവ്. അപ്പോൾ അവിടെ പറയുന്നു പാർസ് രാജ്യത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. 4-ാമത്തവനെ നമുക്കറിയാം, അദ്ദേഹം അഹശ്വരേശ് രാജാവാണ്. സർക്സസ് എന്ന രാജാവ്, അഹശ്വരേശ് രാജാവ്. എസ്തേറിന്റെ പുസ്തകത്തിലും കാണാം, എസ്രായുടെ പുസ്തകത്തിലും
നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു റെഫറൻസ് ഉണ്ട്, സെർക്സസ് അഥവാ അഹശ്വരേഷ് രാജാവ്. വാസ്തവത്തിൽ പേർഷ്യൻ രാജാക്കന്മാരിൽ ഈ പേർഷ്യൻ എംപയർ സ്ഥാപിച്ചത് സൈറസ് ആണ് പേർഷ്യൻ എംപയർ സ്ഥാപിച്ചത്. പക്ഷെ പേർഷ്യൻ എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് അഹശ്വരേഷ് രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ വരെ ഉൾപ്പെടുന്നതായിരിക്കുന്ന, ഇന്ത്യ മുഴുവനും അല്ല എങ്കിലും ഇന്ത്യയുടെ ഭാഗങ്ങൾ വരെ ചേർന്നതായിരിക്കുന്ന വലിയ ഒരു സാമ്രാജ്യമായിരുന്നു അഹശ്വരേഷ് രാജാവിന്റെ. അദ്ദേഹം he contributed the high tribute system contributed to his immense wealth. നമുക്കറിയാം ഈ രാജാക്കന്മാര്, ചക്രവർത്തിമാര് അവര് രാജ്യങ്ങൾ കീഴടക്കി കഴിയുമ്പോൾ അവിടെയുള്ള രാജാക്കന്മാരിൽ കപ്പം പിരിക്കും. അത് നമുക്ക് ഇനിയും ഉള്ള ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. കപ്പം പിരിക്കും. അപ്പൊ കപ്പം പിരിക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ചക്രവർത്തിയുടെ ചെലവൊക്കെ നടക്കാനായിട്ട് ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് കപ്പം പിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാല്, ഒരുത്തിനൊരു 100 താലന്ത് കൊടുക്കാൻ കഴിയുന്നവനെ കൊണ്ട് 250 താലന്ത് മേടിപ്പിക്കും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു 10 വർഷം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവനെ നട്ടിട്ട് ഒടിയും. പിന്നെ ഇവൻ ഒരു കാലത്തും ഈ രാജാവിനെതിരായിട്ട് യുദ്ധത്തിന് വരാനായിട്ട് അല്ലെങ്കിൽ ഇവനെതിരായിട്ട് വഴക്കുണ്ടാക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താ? അവന്റെ മുഴുവൻ ഫൈനാൻസും ഈ എംപറർ ചോർത്തിയെടുക്കും. അപ്പൊ അതാണ് ഈ കപ്പം കൊടുക്കുന്നതിന്റെ ഒരു സിസ്റ്റം. അങ്ങനെയാ. അവര് 100 കൊടുക്കാൻ കഴിയുന്നതിന് 200 മേടിക്കും, 200 കൊടുക്കാൻ കഴിയുന്നതിന് 500 മേടിക്കും, 500 കൊടുക്കാൻ കഴിയുന്നതിന് 1000 വാങ്ങിക്കും. അപ്പോൾ ആ ചെറിയ രാജ്യത്തെ ചില വർഷങ്ങൾ കൊണ്ട് ഈ പ്രധാനപ്പെട്ട ചക്രവർത്തി അത് മുഴുവൻ എടുക്കും. അതാണ് അങ്ങനെ ധാരാളം കാശ് എന്ന് വെച്ചാൽ തനിക്ക് ധാരാളം ധനമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അഹശ്വരേഷ് രാജാവ്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ എല്ലാവരും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും എന്ന് പറയാം. അവന് ധനം കൂടി വരുമ്പോൾ അവന് യവന രാജാവ് ഗ്രീസിന് നേരെ അവൻ യുദ്ധത്തിന് പോകും. ആ യുദ്ധത്തിൽ അവൻ വിജയിക്കുകയില്ല എന്നുള്ളതാണ്. ഇൻവേഷൻ ഓഫ് ഗ്രീസ് ഇൻ 480 BC. ഇനി മൂന്നാമത്തെ വാക്യം 3-4 ഒരുമിച്ച് നമുക്ക് വായിക്കാം. പിന്നെ വിക്രമനായ രാജാവ് എഴുന്നേൽക്കും, അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശം 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവന്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കെല്ലാം അന്യർക്ക് അധീനമാകും എന്ന് പറയാം. നമുക്കറിയാം ഈ വിക്രമനായ രാജാവ് 2-ാം വാക്യം കൊണ്ട് പാർശ്വ രാജാക്കന്മാരുടെ കാര്യം കഴിഞ്ഞു. പിന്നെ 3-ാം വാക്യം യവന രാജാവിലെ വിക്രമനായ രാജാവ് എന്ന് പറയുന്ന ആളാരാ? യവന രാജാവ്. ഹു ഇസ് ദ ഗ്രീക്ക് കിങ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതിന് സംശയമൊന്നുമില്ലല്ലേ? അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. അദ്ദേഹമാണ് വിക്രമനായ രാജാവ് എന്ന് പറയുന്നത്. ഈ 2-3 വാക്യങ്ങൾ തമ്മിൽ ഏതാണ്ട് 135 വർഷത്തെ ഇടവേളയുണ്ട്. എന്ന് വെച്ചാൽ 135 വർഷത്തെ ചരിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. 135 വർഷം കഴിഞ്ഞിട്ടാണ് അലക്സാണ്ടർ കടന്നു വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്ന 3-ാം വാക്യത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി രാജാവ് എഴുന്നേൽക്കും, അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. പിന്നെ അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. നമ്മൾ വാസ്തവത്തിൽ 7-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഇത് കണ്ടതാണ്. വാസ്തവത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി താൻ വളരെ വേഗം തന്നെ തന്റെ ചെറുപ്പത്തിൽ താൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വളരെ പ്രത്യേകമായ സാഹചര്യത്തിൽ താൻ മരിക്കാനിടയായി. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ തനിക്ക് വാസ്തവത്തിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ മകൻ വളരെ കുഞ്ഞായിരുന്നു. ആ മകൻ ഏതാനും വർഷമൊക്കെ എന്താ പറയാ മറ്റ് പരസഹായത്താലൊക്കെ രാജാവ് പോലെയൊക്കെ നിന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ രാജ്യം തന്റെ ജനറൽസ്, തന്റെ സേനാധിപന്മാർ അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവര് അതെടുക്കാനായിട്ട് തീർന്നു എന്നുള്ളതാണ്. ഈ 4 സേനാധിപന്മാരുടെ പേര് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഇത് പഠിക്കാനുള്ള ഒരു എന്താ പറയാ, നമ്മൾ ഏതായാലും പഠിക്കുന്നതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ. മാസിഡോണിയ എടുത്തത് കസാണ്ടർ, ഏഷ്യ മൈനർ ലിസിമാക്കസ്. പിന്നീട് അത് രണ്ടും നമുക്ക് അത്ര പ്രധാനമല്ല, കാര്യം അതും യഹൂദനുമായിട്ട് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല. 3-ാമത് സൗത്ത് അഥവാ തെക്ക്. അത് ഓർത്തിരിക്കണം കേട്ടോ, തെക്ക് എന്നുള്ള വാക്ക്. തെക്ക് ഈജിപ്റ്റ് അത് ടോളമി എന്ന സൈന്യാധിപൻ. 4 നോർത്ത് സെലൂക്കസ് നിക്കാറ്റർ എന്ന് പറയുന്നതായിരിക്കുന്ന സൈന്യാധിപൻ, സിറിയ ആൻഡ് മിഡിൽ ഈസ്റ്റ്. ഇവർ തമ്മിലാണ് ഇനി നമ്മൾ കാണുന്നതായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ഇവർ തമ്മിലാണ്, സൗത്തും നോർത്തും തമ്മിലുള്ളതാണ്. സൗത്ത് ടോളമി,
അപ്പൊ ഈ 4 പേരും കസാണ്ടർ, ലിസിമാക്കോസ്, ടോളമി ആൻഡ് സെലൂക്കസ്, ഇവര് 4 പേരും അലക്സാണ്ടറിന്റെ നാല് സൈന്യാധിപന്മാരായിരുന്നു. അവര് അലക്സാണ്ടറിന്റെ രാജ്യം 4 ഡിവൈഡ് ചെയ്ത് അവരെടുക്കാനായിട്ട് ഇടയായി. അതാണ്. ഞാൻ അതിന്റെ ഒരു പടം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ സൗകര്യമാണ്. ഇത് കണ്ടോ, ഇത് ടോളമിക് കിങ്ഡം 2nd or 3rd century BC-യിലുള്ളതായിരിക്കും. അത് സൗത്ത് അഥവാ തെക്ക് ടോളമി ഓഫ് ഈജിപ്റ്റ്. ഇതാണ് ടോളമിക് കിങ്ഡം. ഇവിടെ മോളിൽ കാണുന്നതാണ് സെലൂസിഡ് കിങ്ഡം അഥവാ സെലൂക്കസ് നിക്കാറ്റർ സിറിയ ആണ് ഇത്. നോർത്ത് സെലൂക്കസ് നിക്കാറ്റർ സിറിയ. ഇപ്പൊ കണ്ടോ, ഇത് കണ്ടാൽ അറിയാം, ഇത് ഈജിപ്റ്റ്, ഇത് സിറിയൻ കിങ്ഡം. അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലം മനസ്സിലായോ? പലസ്തീൻ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് അഥവാ ദാനിയേലിനെ കിട്ടിയത്. കാര്യം ഇവര് ഈ സിറിയയും ഈജിപ്റ്റും തമ്മിൽ എന്ത് യുദ്ധം ചെയ്താലും ഇതിന്റെ ഇടയ്ക്കൂടെ വരാനൊക്കത്തുള്ളൂ. അല്ലാതെ ഈ ഈജിപ്തിന് സിറിയയ്ക്കും പോകാനൊക്കത്തില്ല, സിറിയയ്ക്ക് ഈജിപ്തിലും വരാനൊക്കത്തില്ല. നമ്മള് വാസ്തവത്തിൽ ഇതിനു മുമ്പ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചതാണ്, ഈ പലസ്തീനിൽ കൂടെ അഥവാ ജെറുസലേമിന്റെ സൈഡിൽ കൂടെയാണ് ഏറ്റവും പ്രധാന ഈജിപ്തിനെയും സിറിയയും അഥവാ ആഫ്രിക്ക, ഏഷ്യയും കണക്ട് ചെയ്യുന്നതായിരിക്കുന്ന രാജവീഥി. നമ്മൾ ദൈവവചനത്തിൽ തന്നെ കാണുന്നുണ്ട്. ആ വീഥിയുടെ പേര് രാജവീഥി എന്നൊരു വീഥിയുണ്ട്. ആ വീഥി വളരെ പ്രധാനമാണ്. കാര്യം നമുക്കറിയാം, ഇന്നും പ്രധാനമാണ്. ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഏറ്റവും ടാങ്കുകളൊക്കെ പോകണമെങ്കിൽ നല്ല റോഡ് വേണം. അപ്പൊ റോഡുകൾ വളരെ പ്രധാനമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട റോഡ് വാസ്തവത്തിൽ ഈജിപ്തിനെയും അഥവാ 2 കോണ്ടിനെന്റിനെ കണക്ട് ചെയ്യുന്നതായിരിക്കുന്ന റോഡായിരുന്നു രാജവീഥി. അതുപോലെ തന്നെ നമ്മൾ അന്ന് പഠിച്ചതാണ്, ഇതുപോലെ കടലിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വഴിയുണ്ട്, അത് കടൽ പാത എന്ന് പറയുന്നതായിരിക്കും വഴിയുണ്ട്. അങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പോൾ പല വഴികള് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഈജിപ്തിനെയും പിന്നെ സിറിയയും തമ്മിൽ കണക്ട് ചെയ്യുന്ന. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്, വളരെ സ്ട്രാറ്റജിക് ആണ്. ഈ ലൊക്കേഷൻ, പലസ്തീന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വളരെ സ്ട്രാറ്റജിക് ആണ്. ഇന്നും അങ്ങനെ തന്നെയാണ്, സ്ട്രാറ്റജിക് ആണ്. പണ്ട് കാലങ്ങളിൽ വളരെ സ്ട്രാറ്റജിക് ആണ്. കാര്യം ഈ കോണ്ടിനെന്റ് തമ്മിൽ എങ്ങോട്ട് പോകണമെങ്കിലും അന്ന് വാസ്തവത്തിൽ ഏഷ്യയിലേക്ക്, യൂറോപ്പിൽ നിന്നുള്ള വഴികളെല്ലാം ഇതുമായിട്ടൊക്കെ ബന്ധിച്ച. അപ്പം ഇതില്ലാതെ ഈ സ്ഥലത്തിൽ കൂടെ അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ട്രേഡ് റൂട്ട്സ് എല്ലാം ഇതായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് അതിന്റെ കൺട്രോളും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ രാജാക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കറിയാം, താഴെ തെക്കാണ്. ഇന്നും നമ്മൾ അങ്ങനെ പറയല്ലോ, നമ്മള് തെക്കരും വടക്കരും എന്ന് പറയും. നമുക്കറിയാം തിരുവനന്തപുരം സൈഡിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ തെക്കരാണ്, കുറച്ച് പേര് വടക്കർ. ഇവിടെ വടക്കരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്കമാലി അല്ലെങ്കിൽ തൃശ്ശൂർ സൈഡിലൊക്കെ ഉള്ളവര് വടക്കരെന്ന് പറയും, അല്ലേ? വടക്കരെന്ന് പറയും, അങ്ങനെയാ പറയുക. വടക്കര് തെക്കരെന്ന് പറയും. അപ്പൊ നമുക്കത് ഓർമ്മ നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. സൗത്ത് ഈസ് ഈജിപ്റ്റ് ആൻഡ് നോർത്ത് ഈസ് സെലൂസിഡ് കിങ്ഡം ഓർ സിറിയ നോർത്താൻ മതി. ഡമാസ്കസ് ഇവിടെയുണ്ട്. ആൻഡ് സൈപ്രസ് ഈസ് വെരി നിയർ ബൈ. സൈപ്രസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സൈപ്രസ് ഈസ് നിയർ ബൈ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലേ? പ്രയാസമില്ല, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ? സോ ഇനി നമുക്ക് 5-ാമത്തെ വാക്യം നോക്കാം. 5-ാമത്തെ വാക്യം, എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും, അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറയാൻ നമുക്കറിയാം ഈജിപ്തിലെ രാജാവ്, അല്ലേ? തെക്കേ ദേശത്തിലെ രാജാവ്. ഇനി തെക്കേ ദേശം, വടക്കേ ദേശം എന്നൊക്കെ ധാരാളം കാണും കേട്ടോ. അപ്പൊ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഈ കിങ്ഡത്തില് ഏറ്റവും വലിയ കിങ്ഡം എന്ന് പറയുന്നത് സിറിയൻ കിങ്ഡമാ. ഏതാണ്ട് അലക്സാണ്ടറിന്റെ ടോട്ടൽ സാമ്രാജ്യത്തിന്റെ 3/4, 4/3 ഭാഗം സിറിയയുടെ കയ്യിലായിരുന്നു. ഇറ്റ് വാസ് ബിഗ്. പക്ഷേ അങ്ങനെ വലുതായതുകൊണ്ട് അതിൻ്റെതായിരിക്കും പ്രയാസവും സിറിയയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഈജിപ്തിനെ സംബന്ധിച്ച് ഈജിപ്റ്റ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്, പക്ഷേ വളരെ സ്ട്രോങ് ആണ്. ഈജിപ്റ്റ് വളരെ സ്ട്രോങ് ആണ്. പണ്ട് കാലം തുടങ്ങി ഈജിപ്റ്റ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. ഈജിപ്റ്റ് പ്രാബല്യം പ്രാപിക്കും, അവന്റെ പ്രഭുക്കന്മാരിൽ. അവന്റെ എന്ന് പറയുന്നത് അവിടെ പറയുന്ന അലക്സാണ്ടറിനെ കുറിച്ചാണ്.
അലക്സാണ്ടറിന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ എന്ന് വെച്ചാൽ സിറിയ അവനേക്കാൾ എന്ന് വെച്ചാൽ ഈജിപ്തിനേക്കാൾ പ്രബലനായി വാഴും. കണ്ടോ, ആ സെന്റൻസ് ഒക്കെ നമുക്ക് വാസ്തവത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് മനസ്സിലാക്കാനായിട്ട്. അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ പ്രഭുക്കന്മാര് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ എന്ന് വെച്ചാൽ സിറിയ ഈജിപ്തിനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ ആധിപത്യം, സിറിയയുടെ ആധിപത്യം മഹാധിപത്യമായിരിക്കും എന്നുള്ളത്. ഹി വിൽ ബി മോർ പവർഫുൾ എന്നുള്ളതാണ്. ഇനിയും നമ്മൾ 6ഉം 7ഉം വാക്യങ്ങൾ, 6ാമത്തെ വാക്യം ഞാൻ വായിക്കാം. കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് സാരം. പിന്നീട് അവർ തമ്മിൽ ഏകോപിക്കും. അവർ തമ്മിൽ ഏകോപിക്കും എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരുമിക്കും, അഥവാ അവർ തമ്മിൽ പീസ് ട്രീറ്റി ഉണ്ടാകും. തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൾ എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജാവിന്റെ മകൾ സിറിയൻ രാജാവിന്റെ അടുക്കിലേക്ക് വരും. ഉടമ്പടി ചെയ്യാൻ വരും വെച്ചാല് വിവാഹം കഴിച്ചു കൊടുക്കും. എന്നിട്ട് എന്താണെന്നറിയാമോ സംഭവിക്കുന്നത്? മകൾ വടക്കേ ദേശ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യാൻ വരും. എങ്കിലും അത് നിൽക്കുകയില്ല. അവനും അവന്റെ സാഹിത്യം നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവരും ഭീതി വിഷയങ്ങളായി തീരും. ഈ വാക്യം വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ വ്യത്യസ്തമായിട്ടോ. നമ്മൾ ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഇംഗ്ലീഷ് പല വാക്യങ്ങളിലും സാരമായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കറക്റ്റായി ഹിസ്റ്റോറിക്കലി കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അപ്പോ എന്താ ഉണ്ടാന്ന് വെച്ചാൽ ഞാനിവിടെ ആ പേരുകൾ എഴുതിയിട്ടുണ്ട്. സിറിയൻ കിങ്ങിന്റെ പേര് ആന്റിയോക്കസ് ടു തെയോസ് എന്നാണ്. ഈജിപ്ഷ്യൻ, അത് വാസ്തവത്തിൽ സെലൂക്കസ് എന്ന് പറയുന്ന അലക്സാണ്ടറിന്റെ സൈന്യാധിപന്റെ കൊച്ചുമകനാണ്. 3rd ജനറേഷനായി. ടോളമി ടു ഫിലാഡൽഫസ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ്, അത് വാസ്തവത്തിൽ ടോളമി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സൈന്യാധിപന്റെ മകനാ. അപ്പം തമ്മിൽ ഒരു തലമുറയുടെ വ്യത്യാസം ഉണ്ടെന്ന് സാരം. അപ്പൊ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല്, ഈജിപ്ഷ്യൻ കിങ് ടോളമി ടു ഫിലാഡൽഫസ് തന്റെ മകളുടെ പേര് ബെർണിസ് സൈറ എന്ന് എഴുതിയിട്ടുണ്ട്. അവളെ ആന്റിയോക്കസിന് വിവാഹം കഴിച്ചു കൊടുക്കും. അവർ തമ്മിൽ വിവാഹം കഴിച്ചു കൊടുക്കും. അതിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാല്, ആന്റിയോക്കസിന് അന്നൊരു ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ ലവോഡിസിനെ ഡിവോഴ്സ് ചെയ്യണം, അവളെ ഒഴിവാക്കണം എന്ന് പറയും. അപ്പം ആന്റിയോക്കസ് എന്ന സിറിയൻ രാജാവ് ലവോഡിസിന് തന്റെ വൈഫിനെ ഒഴിവാക്കിയിട്ട് ഈജിപ്ഷ്യൻ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കും. അത്രയും കുഴപ്പമില്ലല്ലയോ? വിവാഹം കഴിക്കും. അവർക്കൊരു മകൻ ഉണ്ടാവും. ആ മകന്റെ പേരാണ് ആന്റിയോക്കസ് എന്ന് പറയുന്ന മകൻ ഉണ്ടാവും. അപ്പം ആന്റിയോക്കസ് ടു തെയോസ് എന്ന സിറിയൻ രാജാവ് ബെർണിസ് സൈറ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കും. അവർക്കൊരു മകനുണ്ടാവും, ആന്റിയോക്കസ്. അങ്ങനെ ഇരിക്കെ ഈ ഈജിപ്ഷ്യൻ രാജാവ് മരിച്ചുപോയി കഴിയുമ്പോൾ ഈ സിറിയൻ രാജാവ് ആന്റിയോക്കസ് ടു തെയോസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം പഴയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരും. ലവോദിസിനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ലവോദിസ് വളരെ ദേഷ്യപ്പെടും, ക്രൂധയായിട്ട് അവള് ആന്റിയോക്കസിനെയും കൊല്ലും, ബെർണിസിനെയും കൊല്ലും, അവർക്കുണ്ടായ കുഞ്ഞിനെയും കൊല്ലും. ആന്റിയോക്കസ് എന്ന മകനെയും, ആന്റിയോക്കസ് ടു തെയോസിനെയും കൊല്ലും, അത് ബെർണിസിനെയും കൊല്ലും, ആന്റിയോക്കസിനെയും കൊല്ലും. മനസ്സിലായോ? അതാണ് ഈ 6ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര കറക്റ്റ് അല്ലേ? വളരെ ആക്യുറേറ്റാ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വേണം തോന്നാൻ. എത്രയോ വർഷം മുമ്പ് രേഖപ്പെടുത്തതായിരിക്കുന്ന എത്രയോ ആക്യുറേറ്റ് ഉള്ള കാര്യങ്ങൾ അല്ലേ? സോ സിറിയൻ കിങ്, ഹിസ് നെയിം ഇസ് ആന്റിയോക്കസ് ടു തെയോസ്. ഈജിപ്ഷ്യൻ കിങ്ങിന്റെ മകളെ ബെർണിസിനെ ആന്റിയോക്കസ് ടു തെയോസിന് വിവാഹം കഴിച്ചു കൊടുക്കും. അവർക്കൊരു മകനുണ്ടാകും. കുറെ കഴിയുമ്പോൾ ഈജിപ്ഷ്യൻ കിങ് ടോളമി ടു ഫിലാഡൽഫസ് മരിച്ചു കഴിയുമ്പോൾ ആന്റിയോക്കസ് തന്റെ ആദ്യ ഭാര്യ ലവോഡിസിനെ കൊണ്ടുവരും. എന്നിട്ട് ലവോഡിസ് ഇവരെ 3 പേരെയും കൊന്നുകളയും. ആന്റിയോക്കസിന് വിഷം കൊടുക്കും. മറ്റേ ബെർണിസിനെയും അവരുടെ മകൻ ആന്റിയോക്കസിനെയും അവള് ശരിയായ രീതിയിൽ കൊന്നുകളയും. അവളുടെ കൺട്രോൾ നിർത്താനായിട്ട് അവള് കൊന്നുകളയും. അതാണ് നമ്മൾ 6ാം വാക്യം. ഇനി 7ാം വാക്യം എന്താന്ന് ചോദിച്ചാല്, ഇത് സംഭവിച്ചു കഴിയുമ്പോൾ
ഈജിപ്തിലെ രാജാവ് മരിച്ചു പോയല്ലോ, അതിന് പകരം ഉള്ളതായിരിക്കുന്ന അതിനുശേഷം വരുന്ന രാജാവ് ഈ വിവരം അറിയും, തന്റെ സിസ്റ്ററിനെ കൊന്നു എന്നറിയും. അങ്ങനെ അറിയുമ്പോൾ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് സിറിയക്കെതിരെ യുദ്ധം ചെയ്യും. അതാണ് 7-ാമത്തെ വാക്യം. മനസ്സിലായോ? എന്നാൽ അവന് പകരം അവളുടെ പേരിൽ മുളച്ച തയ്യായ ഒരുവൻ എഴുന്നേൽക്കും എന്ന് വെച്ചാൽ ഈജിപ്തിലെ രാജാവ് മരിച്ചുപോയതിന് പകരം ബെർണിസിന്റെ റിലേഷൻ ആയ ഒരാൾ എഴുന്നേക്കും, അവളുടെ ബ്രദർ എഴുന്നേക്കും. അവൻ ബലം പ്രാപിച്ച് സിറിയൻ രാജാവിനെ ആക്രമിക്കും. എന്നിട്ട് മാത്രമല്ല, 8-ാം വാക്യത്തിൽ അവിടെ ചെന്ന് അവിടെയുള്ളതായിരിക്കുന്ന സകല സാധനങ്ങളും അവൻ അപഹരിച്ചു കൊണ്ടുപോകും. അതാണ് 8-ാമത്തെ വാക്യം. അവൻ അവിടെ ലഭിക്കാവുന്ന എല്ലാം അവൻ കൊള്ള ചെയ്ത് കൊണ്ടുപോകും. സിറിയയുടെ ചില ഭാഗങ്ങളിലൊക്കെ അവന്റെ അധീനതയിലാകും എന്നുള്ളതാണ്. അത്രയും കൃത്യമാണല്ലോ, മനസ്സിലായല്ലോ അല്ലേ? അത്രയും മനസ്സിലായി. ഇനി പിന്നീട് വളരെ ചില നാളുകൾ അവിടെ യുദ്ധമുണ്ടായില്ല എന്നുള്ളതാണ്. അത്രയും മനസ്സിലായി. ഈജിപ്ഷ്യൻ രാജാവ് തന്റെ മകളെ കൊടുക്കും. എന്നാൽ മകളെ അദ്ദേഹത്തിന്റെ സിറിയൻ രാജാവിന്റെ ആദ്യ ഭാര്യ കൊന്നുകളയും. അതിനുശേഷം ഈജിപ്തിലെ പിന്നെ ഈ രാജാവിന്റെ മകൻ രാജാവായിട്ട് വരുമ്പോൾ അവൻ വന്ന് സിറിയയെ ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് പറയുന്നത്? സിറിയയും ഈജിപ്തും എന്നുള്ളതല്ല, ഇവർ ആക്രമിക്കുമ്പോഴൊക്കെ ഇവർ പോകുന്ന ഇതുവഴിയാണ്, പലസ്തീനിൽ കൂടെ പോകുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം വാസ്തവത്തിൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അത് അവരതിന്റെ കഷ്ടത നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ കഴിയും കേട്ടോ. ഈ കഷ്ടത ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അവർക്കറിയാൻ നമുക്ക് ഈ ഭാഗത്ത് തന്നെ അടുത്ത ഈ വാക്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി 9-ാമത്തെ വാക്യം, അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവിടെ അവൻ എന്ന് പറയുന്നത് സിറിയയെ കുറിച്ചാ. കാര്യം ഈജിപ്ത് സിറിയ തോൽപ്പിച്ചല്ലോ അല്ലെ? ഇനി സിറിയ ഈജിപ്തിലേക്ക് ചെല്ലും, പക്ഷെ അവിടെ ചെന്ന് പരാജയപ്പെട്ടു പോകും. അവിടെ യുദ്ധമുണ്ടാകും. 9-ാം വാക്യത്തിൽ യുദ്ധമുണ്ടായിട്ട് അവൻ തിരിച്ച് സ്വദേശത്തേക്ക് എന്ന് വെച്ചാൽ സിറിയയിലേക്ക് തിരിച്ചു പോകും എന്നാണ് 9-ാമത്തെ വാക്യം. ഇനി 10-ാമത്തെ വാക്യം, അങ്ങനെ തിരിച്ചു പോയി കഴിയുമ്പോൾ അവന്റെ പുത്രന്മാരോ, ഇനിയുള്ള 10 മുതൽ 19 വരെ വാക്യങ്ങൾ, ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ആന്റിയോക്കസ് III ദ ഗ്രേറ്റ് ഓഫ് സിറിയ ആൻഡ് ടോളമി ഫിലോപറ്റോർ എന്ന് പറയുന്നതായിരിക്കുന്ന ഈജിപ്ഷ്യൻ കിങ്ങുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, 10-ാം വാക്യം, അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കും എന്ന് വെച്ചാൽ സിറിയൻ രാജാവ് തോറ്റു മടങ്ങി തിരിച്ചുപോയി കഴിഞ്ഞ് അദ്ദേഹം മരിക്കും. അതിനുശേഷം അവന്റെ പുത്രന്മാരോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 2 മക്കളാണ് ഒരുമിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്നത്. പക്ഷെ അതിൽ ഒരാൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് പിന്നെ അവൻ എന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷരടങ്ങിയ മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞ് കടന്നുപോകും. മനസ്സിലായല്ലോ അല്ലെ? അവൻ വന്ന് പുത്രന്മാരോ, അവൻ എന്ന് പറയുന്നത് ആന്റിയോക്കസ് III ദ ഗ്രേറ്റ് എന്ന് പറയുന്ന അവിടുത്തെ വാസ്തവത്തിൽ സിറിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ്. 38 വർഷം രാജ്യം ഭരിച്ചതായിരിക്കുന്ന രാജാവാണ് ആന്റിയോക്കസ് III ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. ആന്റിയോക്കസ് രാജാവ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന രാജാവാണ് വാസ്തവത്തിൽ. അതിനുശേഷം ആന്റിയോക്കസിന്റെ മകൻ ഒരല്പകാലത്തേക്ക് വന്നു, 10-12 വർഷം വന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആന്റിയോക്കസ് എപ്പിഫാനോസ് എന്ന രാജാവ്. അപ്പോൾ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന, അവന്റെ പുത്രന്മാരെ വീണ്ടും യുദ്ധം ആരംഭിക്കും. സിറിയ ആണ് അവന്റെ എന്ന് പറയുന്നത്. സിറിയയിലുള്ളതായിരിക്കുന്ന രാജാവിന്റെ പുത്രന്മാർ അവർ യുദ്ധം ആരംഭിക്കും ഈജിപ്തുമായിട്ട്. അവര് വന്ന് കവിഞ്ഞ് കടന്നു പോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവൻ എന്ന് സിറിയൻ രാജാവ് ആന്റിയോക്കസ് III ദ ഗ്രേറ്റ്, അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. അവന്റെ കോട്ട എന്ന് പറയുന്നത് ഗാസയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഗാസ സ്ട്രിപ്പ് വരെ. അപ്പം അവൻ വന്നിട്ട് ഈജിപ്തിന്റെ അടുത്ത് വരെ, ഗാസ വരെ ഇവൻ പിടിച്ചെടുക്കും. അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. ഇത്ര കറക്റ്റ് അല്ലേ? കോട്ട വരെ യുദ്ധം നടത്തും. ഇനി 11-ാമത്തെ വാക്യം, അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ്, ഈജിപ്ഷ്യൻ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും എന്ന് വെച്ചാല് ഈജിപ്റ്റ് സിറിയയുമായിട്ട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും.
എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. മറ്റവന്റെ കയ്യിൽ എന്ന് വെച്ചാൽ ഈജിപ്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഈജിപ്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം കൊണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും, എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. മറ്റവൻ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. മനസ്സിലായല്ലോ? തെക്കേ ദേശത്തിലെ രാജാവ് വടക്കേ ദേശത്തിലെ അഥവാ സിറിയയുമായിട്ട് യുദ്ധം ചെയ്യും. വലിയ ഒരു സമൂഹത്തെ അണിനിരത്തും. വാസ്തവത്തിൽ രണ്ടുപേരും വലിയ സമൂഹത്തെ തന്നെ അണിനിരത്തും. പക്ഷേ ആ യുദ്ധത്തിൽ ഈജിപ്റ്റ് ജയിക്കും എന്നുള്ളതാണ്. ആ ജനസമൂഹം മുടിഞ്ഞു പോകും എന്ന് വെച്ചാൽ വന്നതായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് സിറിയൻ രാജാവ് രണ്ടുപേരും 70,000-ഓളം പടയാളികളെ അണിനിരത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതില് സിറിയൻ ഭരണക്കാര് അവരെല്ലാവരും തന്നെ, ഈ പടയാളികൾ എല്ലാവരും തന്നെ പട്ടുപോകാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഏൽപ്പിക്കപ്പെടും. 12-ാമത്തെ വാക്യം, ആ ജനസമൂഹം മുടിഞ്ഞു പോകും എന്ന് പറയാം. ഇനി 12-ാമത്തെ വാക്യം, അവന്റെ ഹൃദയം ഗർവിക്കും. അവന്റെ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ രാജാവിന്റെ ഹൃദയം ഗർവിക്കും. കാര്യം ഈജിപ്ഷ്യൻ രാജാവ് സിറിയയുമായിട്ട് യുദ്ധം ചെയ്തു. സിറിയയുമായിട്ട് രണ്ടുപേരും വലിയ പട്ടാളത്തെ നിർത്തി. എന്നിട്ട് സിറിയയെ തോൽപ്പിച്ചു കഴിയുമ്പോൾ ഇവന്റെ ഹൃദയം നിഗളിക്കും. അല്ലേ? അവൻ 10,000 പേരെ വീഴുമാറാക്കും. അതൊരു വലിയ സംഭവം കേട്ടോ. എന്താ ഉണ്ടാകുന്നത് ചോദിച്ചാല് ഇവര് താൻ വളരെയധികം പ്രൗഡ് ആകും. ഈജിപ്ഷ്യൻ കിങ് സിറിയൻ കിങ്ങിനെ തോൽപ്പിച്ചതിന്റെ ആ പ്രൗഢി, അതിന്റെ അഹങ്കാരം അവനുണ്ടാകും. അതിനുണ്ടായിട്ട് അവൻ നിഗളിച്ചു കഴിഞ്ഞിട്ട് അവൻ സകലവിധമായിരിക്കുന്ന പാപങ്ങളിലും ഏർപ്പെടാനായിട്ട് ഇടയാവും. ഈജിപ്ഷ്യൻ കിങ് സകല പാപങ്ങളിലും ഏർപ്പെടും. അവന്റെ രാജ്യമൊക്കെ അവന് മറ്റുള്ളവരെ ഏൽപ്പിച്ച് തൻ്റെ കാമുകിമാർക്കൊക്കെ കൊടുത്തിട്ട് അവൻ കേവലം ഒരു അവന്റെ ഹിതത്തിനനുസരിച്ച് അവൻ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അവനൊരു ആഗ്രഹം തോന്നും, പലസ്തീൻ. അപ്പോൾ പലസ്തീൻ അവന്റെ കയ്യിലായി. പലസ്തീൻ ഒന്ന് സന്ദർശിക്കണം തോന്നും. അങ്ങനെ സന്ദർശിച്ച് യെരുശലേമിൽ ചെല്ലുമ്പോൾ അവനൊരു ആഗ്രഹം തോന്നും, യെരുശലേം ദേവാലയം ഒന്ന് സന്ദർശിക്കണം തോന്നും. അവൻ യെരുശലേം ദേവാലയത്തിലേക്ക് അവൻ ചെല്ലും. ഇത് ചരിത്രം കേട്ടോ. യെരുശലേം ദേവാലയത്തിൽ ചെല്ലും. യെരുശലേം ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പം അവനൊരു ആഗ്രഹം എന്താ അറിയാമോ? ഇതിന്റെ അകത്തൊന്ന് കയറണം. ഈ പിന്നെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒക്കെ ഒന്ന് കാണണം. ഞാൻ രാജാവല്ലേ, കാണണം. അപ്പോൾ അവിടെയുണ്ട പുരോഹിതന്മാരും മഹാപുരോഹിതനൊക്കെ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യല്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ രാജാവല്ലേ. അവൻ വളരെ നിർബന്ധമായിട്ട് കയറാൻ ശ്രമിച്ചു. അങ്ങനെ കയറാൻ ശ്രമിച്ചപ്പോ ദൈവം അവനെ അടിച്ചു. ഗോഡ് സ്ട്രക്ക് ഹിം. ദൈവം അവനെ അടിച്ചു. അവൻ വീഴാനായിട്ട് ഇടയായി. അങ്ങനെ വീണിട്ട് ആൾക്കാരെ അവനെ എടുത്തോണ്ട് പോയി. ഈ ഈജിപ്ഷ്യൻ കിങ്ങിനെ ഈ ദേവാലയത്തിൽ നിന്ന് എടുത്തോണ്ട് പോയി. അങ്ങനെ എടുത്തോണ്ട് പോയപ്പം അവന് വളരെ വളരെ അത് അപമാനമായിട്ട് തോന്നി. അപ്പൊ അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് അനേക യഹൂദന്മാരെ അവൻ കൊന്നു. 40,000 എന്നൊരു കണക്ക് ഞാൻ കാണാനിടയായി. അനേക യഹൂദന്മാരെ, അതാ ഇവിടെ നമ്മൾ വായിക്കാം. അവൻ 10,000 പേരെ വീഴുമാറാക്കും. അങ്ങനെ 10,000 പേർ യഹൂദന്മാരെ വീഴുമാറാക്കാൻ ഇവന്റെ ഗർവിച്ചിട്ട്, ഇവന് അഹങ്കാരം തോന്നിയിട്ട് ഹി വിൽ ഗോ ഇൻ ടു ദ ടെമ്പിൾ. യഹൂദന്മാരുടെ ദേവാലയത്തിൽ ചെല്ലും. യഹൂദന്മാർ ദേവാലയം ചെല്ലുമ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് ദൈവം അവനെ തകർത്ത് കളയും. അവനെ അവിടുന്ന് എടുത്തു മാറ്റാനായിട്ട് ഇടയാകും. അങ്ങനെ എടുത്തു മാറ്റുന്നത് കൊണ്ട് അവന് വളരെ അവന് അപമാനം തോന്നിയിട്ട് അവൻ 10,000 പേരെ അവൻ വീഴുമാറാക്കും. എന്ന് വെച്ചാൽ യഹൂദന്മാരിൽ ഒരു വലിയ ആൾക്കാരെ അവൻ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല എന്ന് ഇവിടെ കാണുന്നു. എന്ന് വെച്ചാൽ അത് വാസ്തവത്തിൽ അന്ത്യോക്കസിന്റെ ജീവിതകാലത്ത് ഏതാണ്ട് അവന്റെ ആ പ്രതാപകാലം കഴിഞ്ഞു ഓൾറെഡി. അന്ത്യോക്കസിനല്ല, ടോളമി ഈജിപ്ഷ്യൻ രാജാവിന്റെ പ്രതാപകാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ. എന്നാൽ അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. 13-ാം വാക്യം, വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലത്തെ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും കൂടെ വളരെ സമ്പത്തോടും കൂടെ പോരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 13-ാം വാക്യത്തിൽ വീണ്ടും സിറിയയും ഈജിപ്തും തമ്മിൽ യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ സിറിയ ഈജിപ്തിനെ തോൽപ്പിക്കും എന്നുള്ളതാണ്. അതോടുകൂടി വാസ്തവത്തിൽ അതിനുശേഷം 2-3 വർഷം കഴിയുമ്പോൾ ഈ രാജാവ് ടോളമി താൻ മരിച്ചു പോകാനായിട്ട് ഇടയാകും എന്നുള്ളതാണ്. ടോളമി ഫിലാപെറ്റോർ എന്ന് പറയുന്നതായിരിക്കുന്ന ടോളമി
താൻ മരിച്ചു പോകാനായിട്ട് ഇടയാവും. അതാണ് 12-13 വാക്യങ്ങൾ. കണ്ടല്ലേ? He tried to enter the Holy of Holies and was struck by God. Furious of this incident, Ptolemy killed thousands of Jews. അതാണ് നമ്മൾ കണ്ടത്. He and his wife passed away abruptly, and from thence Egypt was declining. So defeats Egypt. 13 വാക്യത്തിൽ he defeated Egypt and plundered the wealth. നമ്മൾ 13 വാക്യം കഴിഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് നിർത്താൻ തോന്നുന്നു. കുറച്ചുകൂടെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോവാം എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്ന് പഠിച്ചത് വാസ്തവത്തിൽ ഇവർ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും നമ്മൾ പഠിച്ചത് ദൈവത്തിന്റെ ആധികാരികത, ദൈവത്തിന്റെ ആക്യുറസി, ദൈവം എത്രത്തോളം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയാം, നമ്മളിപ്പം വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും അതിന് കയറണം. ആരും പ്രാർത്ഥിക്കണമെന്നില്ല കേട്ടോ, അതൊക്കെ ഫിക്സ്ഡാ. അത് ആരോടും പ്രാർത്ഥിക്കാനൊന്നും പറയത്തില്ല, നമ്മൾ അതിന്റെ കൂടെ കൂടിയാൽ മതി. പക്ഷെ നമ്മളെല്ലാവരും കയറണം. എന്താ അറിയാമോ? ദൈവം ഹി ക്യാൻ വർക്ക്. നമ്മൾ കടന്നു പോകുന്നതായിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. നമ്മളത് മനസ്സിലാക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രിയ സഹോദരൻ വന്നപ്പോൾ ആ കാര്യം പറയുണ്ടായി അല്ലേ? പലർക്കും വീടിൽ നിന്ന് ഇറങ്ങാൻ ഒക്കാത്തതായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥിക്കുക എന്നുള്ളതാ. അതുകൊണ്ട് എല്ലാവരും സഭ ഒന്നടങ്കം വരണം. ഇന്ന് എന്നെ കേൾക്കുന്ന സൂമിലുള്ളവരും വരണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. യുവ സഹോദരന്മാരും ഞങ്ങളുടെയൊക്കെ കാലം ഏതാണ്ട് ഭൗതികമായും തീരാറായ കാലത്തിലേക്ക് ഞങ്ങൾ വളരെ നീങ്ങിക്കൊണ്ടിരിക്കുക. ജോലിയൊക്കെ കഴിഞ്ഞു, റിട്ടയർഡായി, ഇനി ഇത്രയ്ക്ക് വരാനുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇനി ഒരുപാട് വർഷങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും വരണം. നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും. നമുക്കൊരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർത്ത, നമ്മൾ ദൈവത്തെ നമ്മളിലേക്ക് ചുരുക്കിക്കളയും. നമുക്ക് നമ്മുടെ വിചാരം നമുക്ക് കഴിയുന്നതൊക്കെ അതിനെക്കാട്ടി ഇച്ചിരി കൂടുതൽ ദൈവത്തിന് അങ്ങനെയല്ല കേട്ടോ. ഹി ക്യാൻ ഡു മിറക്കിൾസ്, ഹി ക്യാൻ ഡു മെനി തിങ്സ്, അത് നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അതുകൊണ്ട് ഈ പഠനം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഒരാൾ പോലും ഇല്ല, നിങ്ങൾ എല്ലാവരും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവം ഭരിക്കുന്നു, ദൈവം കരുതുന്നു, ദൈവം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.